ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊലുസിൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്ലാന്റ്സ് ഒന്നുമില്ല, വളരെ വിരലിലെണ്ണാവുന്ന അത്ര എണ്ണമൊക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഒരുപാട് നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ പ്ലാന്റ്സുകൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് അയയ്ക്കുക. ആരും തന്നെ കോൾ ചെയ്യരുത്. അപ്പോൾ വാട്സപ്പ് അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തിടുകയോ ചെയ്യുക. പ്ലാന്റ്സിൻ്റെ പേരറിയാത്തവരാണെങ്കിൽ ഓഡിയോ ഇട്ടാലും മതി, ഏത് പ്ലാന്റ്സ് ആണെന്ന് പേര് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഉടനെ കണ്ടില്ല എങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ആ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ മെത്തേഡാണ്. DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ മറക്കണ്ട. ഇനി ഏതെങ്കിലും കാരണവശാൽ പ്ലാന്റ്സിന് എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. മാത്രമല്ല പകരം വേണമെങ്കിൽ പ്ലാന്റും അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തായിരിക്കും നമ്മളത് സെറ്റിൽ ചെയ്യുന്നത്. ഈ പറയുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ കൊറിയർ ചാർജ് എക്സ്ട്രാ കൂടിയാകും. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് പ്ലാന്റിൻ്റെ കൊറിയർ ചാർജ് കൂടും. അപ്പോൾ മുമ്പൊക്കെ സെയിൽ ചെയ്തതിൽ 1-2 കസ്റ്റമേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 9-10 പ്ലാന്റൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊറിയർ ചാർജ് ബാക്കി ഇടത്തുനിന്നൊക്കെ 60 രൂപയൊക്കെ എടുക്കുന്നുള്ളൂ എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മൾ പ്ലാന്റിൻ്റെ എണ്ണവും പ്ലാന്റിൻ്റെ വലിപ്പത്തിനും അനുസരിച്ച് കൊറിയർ ചാർജ് എക്സ്ട്രാ ആവും. അപ്പോൾ അതനുസരിച്ച് വേണം പ്ലാന്റൊക്കെ വാങ്ങേണ്ടത്. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. ചോദിച്ചതിന് ശേഷം കൺഫേം ആണെന്ന് പറഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ പ്ലാന്റ് സെയിലായിട്ടുണ്ടാവും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പ്ലാന്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാനും മറക്കണ്ട. പ്ലാന്റ് സൈസ് എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, സിൽവർ കലാത്തിയാണ്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല വലിയ ലീഫോട് കൂടിയൊക്കെ വലിയ പ്ലാന്റാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ കയ്യിലുള്ള പ്ലാന്റൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്ലാന്റൊന്നും ഇല്ല കേട്ടോ, ഒരു 10-12 പ്ലാന്റ് സൈസൊക്കെ വരികയുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതിൻ്റെ പേര് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റൊക്കെ നമ്മൾ പറഞ്ഞു ഗൂഗിൾ പേ ആണ്. പിന്നെ നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ സിൽവർ കലാത്തിയ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്, വെരിഗേറ്റഡ് പെപ്പറോമിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ചില പ്ലാന്റ് ഒരു ലേശം സൈസ് കുറവായിരിക്കും, എന്നാലും ഉള്ള പ്ലാന്റ്സുകളൊക്കെ ഏകദേശം ഈ ഒരു സൈസിലാണ്. നന്നായിട്ട് വെരിഗേഷൻസ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക. ഓക്കെ, ഈ സൈസാണ് വരുന്നത്. 40 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ്, അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, നല്ല ഭംഗിയുള്ള ഹോമലോമിന പ്ലാന്റാണ്. ഇത് ഗ്രീൻ ഹോമലോമിനയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് എടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടായി വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിൽ ലീഫോട് കൂടിയ നല്ല ഒരു ബ്രൗൺ പെറ്റിയോളൊക്കെ ഉള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഉള്ള ഇതൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് ഒരുപാട് പ്ലാന്റിൻ്റെ എണ്ണമൊന്നുമില്ല, വളരെ കുറച്ച് പ്ലാന്റ്സിൻ്റെ എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ സാറ്റിൻ പൊത്തോസാണ്. നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാ പ്ലാന്റും ഇതിലും സൈസ് കൂടുതൽ ഉള്ളതാണ് കയ്യിലിരിക്കുന്നതൊക്കെ. ഒരുപാട് പ്ലാന്റ് ഇല്ല, കുറച്ച് എണ്ണം പ്ലാന്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ തരിക. പിന്നെ നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം പോട്ടിംഗ് മിക്സിലൊക്കെ പിടിപ്പിച്ചതായതുകൊണ്ട് തന്നെ ഇത് പിടിക്കില്ല എന്ന് വിചാരിക്കരുത്. നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ കൊക്കോപ്പിറ്റിലും മറ്റതിലുമൊക്കെ വളമൊക്കെ ഇട്ട് വളർത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ തന്നെ മണ്ണിൽ സാധാ മണ്ണിൽ വളർത്തിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും തന്നെ കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്.
അടുത്ത പ്ലാന്റ് ഇതാണ് സ്പൈറൽ ജിഞ്ചർ. നല്ല ഭംഗിയിൽ വെരിഗേഷൻസോട് കൂടിയുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ നമുക്ക് പ്ലാന്റിൻ്റെ ഏതെങ്കിലുമൊക്കെ മരങ്ങളുടെ ചുവട്ടിലൊക്കെ നട്ട് നമുക്ക് ഒരുപാടെണ്ണം ഒരുമിച്ചൊക്കെ നട്ട് വളർത്തിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സൈസിൽ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒന്നിൽ തന്നെ 1, 2, 3 ഒക്കെ പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. 60 രൂപ. സ്പൈറൽ ജിഞ്ചർ 60 രൂപ, 60 റുപ്പീസ്. അടുത്തത് പിങ്ക് സിങ്കോണിയാണ്. നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ ഒരു സിങ്കോണിയ, പിങ്ക് കളറിലെ ഇതുപോലെ പിങ്ക് കളറൊക്കെ കയറി വരുന്ന ഒരു പ്ലാന്റാണ് സിങ്കോണിയ പ്ലാന്റ്. നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാം. സ്ക്വയർ സ്റ്റിക്കിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 25 റുപ്പീസാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. 25 റുപ്പീസ്, 25 രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റ്. അടുത്തത് നമ്മുടെ പിങ്ക് പ്രിൻസ് ആണ്. ഫിലോഡെൻഡ്രോൺ പിങ്ക് പ്രിൻസ്. നന്നായിട്ട് വെരിഗേഷൻസ് ഒക്കെ കയറി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ടിഷ്യൂ കൾച്ചർ അല്ല, ഇത് നമ്മുടെ പിന്നെ സ്റ്റെം കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് 300 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചർ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വളർന്നു വരാൻ ഒരുപാട് ടൈം എടുക്കും. സ്റ്റെം കട്ടിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് വളർന്നു വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 300 രൂപയാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല, ആകെ 3 പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആരാണോ കൺഫേം ചെയ്യുന്നത് അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 300 രൂപയാണ്. അടുത്തതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ഭംഗിയുള്ള നമ്മുടെ ഗോസ്റ്റിൻ്റെയൊക്കെ പോലത്തെ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ ബൈപ്പെന്നിഫോളിയം. നല്ല അത്യാവശ്യം നന്നായിട്ട് വലുതായ പ്ലാന്റ് തന്നെയാണ് ഇത്. കണ്ടില്ലേ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക. അപ്പോൾ ഇതൊക്കെ തന്നെ സ്റ്റെം കട്ടിങ് ചെയ്ത് പിടിപ്പിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. 150 റുപ്പീസ്. അടുത്തത് ഇതുപോലത്തെ മരാന്തയാണ്. ഇതുപോലത്തെ ഒരു സിംഗിൾ പ്ലാന്റ് മരാന്തയ്ക്ക് വരുന്ന റേറ്റ് 30 രൂപയാണ്. നല്ല റൂട്ടൊക്കെ പിടിച്ച് വന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 റുപ്പീസ്. 30 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് ലെമൺ വൈനാണ്. ഇതാണ്ട് ഇതുപോലെ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ലെമണൊക്കെ പിടിക്കുന്ന ലെമൺ വൈനാണ്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റാണ്. ഇതിന് 50 രൂപയാണ്. അപ്പോൾ ഈ സൈസിൽ നന്നായിട്ട് റൂട്ടൊക്കെ വരുന്ന പ്ലാന്റിന് 50 റുപ്പീസ്. 50 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ പേര് പറഞ്ഞ് മെസ്സേജ് ഇട്ടാലും മതി. അപ്പോൾ ആരും തന്നെ വിളിക്കണ്ട, വിളിച്ചാൽ നമ്മൾ എടുക്കില്ല. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ ഇട്ടാലും മതി. അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക. അടുത്തതൊരു കൊളോക്കേഷ്യയാണ്. ഇതാ നല്ല ഭംഗിയുള്ളൊരു കൊളോക്കേഷൻ. ഇതിലിപ്പോൾ ആ ഒരു ബ്ലാക്ക് ഈ കളറും വന്നിട്ട് അതിൽ നന്നായിട്ട് തിളങ്ങുന്ന ഒരു ഗ്ലോസി ലീവ്സോട് കൂടിയ കൊളോക്കേഷ്യയാണ്. ഇതാ ഈ സൈസിൽ വരുന്ന കൊളോക്കേഷ്യ. അപ്പോൾ ഈ സൈസിൽ വരുന്ന ഇത് ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല, ആകെ 3 പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അല്ലല്ലേ, ഇതാ ഈ സൈസിൽ വരുന്ന കൊളോക്കേഷ്യ ഇതിന് 150 രൂപ. അടുത്തതൊരു അരോയിഡ് പ്ലാന്റാണ്. ക്രിസ്റ്റാലിനം മിനിയേച്ചർ ഉള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു മദർ പ്ലാന്റാണ്. നല്ല ലീവ്സൊക്കെ കൂടിയുള്ള നന്നായിട്ട് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്, ഇത് മദർ പ്ലാന്റാണ്. അപ്പോൾ ഇത് ലീഫൊക്കെ ഇത് നിലത്ത് വെച്ചിരുന്നുകൊണ്ട് വെച്ച് കഴിച്ചതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. അപ്പോൾ ഇതും ഒരുപാട് പ്ലാന്റൊന്നുമില്ല, ആകെ 3 പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. 350 റുപ്പീസ്. ഓക്കെ, 350. അടുത്തതൊരു പാമാണ്. റെഡ് പാം അറിയാമല്ലോ, നമ്മുടെ മിക്ക ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പാമാണ്. അപ്പോൾ ഒത്തിരി ഷൂട്ട്സൊക്കെ ആയിട്ടുള്ള ഈ ഒരു പാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണ്. അപ്പോൾ ഇത്
ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. ഇതും ആകെ 3 പ്ലാന്റേ ഉള്ളൂ. 200 റുപ്പീസ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റാണ്. കണ്ടില്ലേ, ഇതാ ഈ സൈസ് വരുന്ന പ്ലാന്റ് 200 റുപ്പീസ്. ആകെ 3 പീസ് മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ എപ്പീഷ്യയാണ്, ഇതാ പിങ്ക് ഫ്ലവറുള്ള എപ്പീഷ്യയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്, 30 റുപ്പീസ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുന്നത്. ഇതാ ഈ സൈസിൽ വരുന്ന പ്ലാന്റിനാണ് 30 റുപ്പീസ്. അടുത്തതും ഒരു എപ്പീഷ്യയാണ്, ഒരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ. അതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപ, 30 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നേരത്തെ കാണിച്ച പിങ്ക് ഫ്ലവർ ആയിരുന്നു, അതിനും 30 റുപ്പീസ്, ഇതിനും 30 റുപ്പീസ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് പുതിയ ഷൂട്ടൊക്കെ വന്നിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് 30 രൂപ. അടുത്തത് ഒരു എപ്പീഷ്യ തന്നെയാണ്, നല്ല വീനേഷ്യൻസ് ഒക്കെ ഉള്ള, നല്ല വെയിനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ഒരു എപ്പീഷ്യയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു എപ്പീഷ്യയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ എന്തെങ്കിലുമൊക്കെ മരങ്ങളുടെ ചുവടൊക്കെ കവർ ചെയ്യാനൊക്കെ വളർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് 20 രൂപ, 20 റുപ്പീസ്. അടുത്തതും ഒരു എപ്പീഷ്യ തന്നെയാണ്, നാടൻ എപ്പീഷ്യയാണ്. ഈ സൈസിലുള്ള ഒരു പ്ലാന്റിനാണ്, അതായത് പോലെ റെഡ് ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഇതിന് 20 രൂപയാണ്, 20 റുപ്പീസ്. ഹാങ്ങിങ്ങായും ഗ്രൗണ്ട് കവറായും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്താവുന്നതാണ്. അടുത്തത് നമ്മുടെ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. അതായത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ട് ഇതുപോലെ നമുക്ക് ഗ്രൗണ്ട് കവറും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്, ബാസ്ക്കറ്റ് പ്ലാന്റ്. ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റൂട്ടഡ് കട്ടിങ്ങിന് 20 രൂപയാണ്, 20 റുപ്പീസ്. അടുത്തത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്, CC പ്ലാന്റ്, ഗ്രീൻ ആണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് 75 റുപ്പീസാണ്. അപ്പോൾ ഒരുപാട് പ്ലാന്റൊന്നും ഇത് അവൈലബിൾ ആയിട്ടില്ല, 3 പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആരാണോ ഓർഡർ തരുന്നത്, ഓർഡർ കൺഫേം ആക്കുന്നത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റ് 75 റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഓഡിയോ ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ട്യൂസ്ഡേയോ വെനസ്ഡേയോ ആയിരിക്കും, അതായത് ചൊവ്വയോ ബുധനോ ആയിരിക്കും പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ അതുവരെ ഓർഡർ തന്നിട്ടുള്ള പ്ലാന്റ്സുകൾ നമ്മൾ ചൊവ്വ ബുധൻ ഡേയ്സിലായിരിക്കും അയക്കുന്നത്. തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് ഒന്നും തന്നെ അയക്കില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഓർഡർ ചെയ്യാനും. അപ്പോൾ ഇത് നമ്മുടെ ഒരു മെക്സിക്കൻ വൈൻ പ്ലാന്റാണ്, നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ്. ഇതുടനെ തന്നെ അടുത്ത സെയിലിലൊക്കെ റെഡിയായി വരുന്ന പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഇതും ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം സിജി ഇന്ത്യാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.